ഹലോ മച്ചാന്മാരെ, ഇന്നത്തെ പരിപാടി ഇവിടെ അമ്മയുടെ തലമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നരച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക 39-40 വയസ്സേ ഉള്ളൂ. പക്ഷെ തലമുടി കണ്ടു കഴിഞ്ഞാൽ വെള്ളി ഈച്ചേനേക്കാളും കഷ്ടമാണ്. അപ്പം ഞാൻ ഇന്ന് അതിനെ കോതി റെഡിയാക്കി ഇന്ന് ഡൈയൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ തലമുടി ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് പറയണം ഇത് എത്ര വയസ്സുണ്ടെന്ന്. ഇതാണ് അവസ്ഥ. കണ്ട തലമുടി നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഫുള്ള് നരച്ച് ആകെ ഒരു അവസ്ഥയാണ്. തോനെ തലമുടി ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്, പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ വെട്ടി സെറ്റ് ചെയ്ത് ഒതുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് തുടങ്ങുമ്പോഴുള്ള ബാക്കിയുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ കോഴിയൊക്കെ ഇറക്കി ബാക്കിയുള്ള പരിപാടി. മതി കഴിഞ്ഞതാ ഞാൻ അത്ര ഇതെന്തായാലും ഇങ്ങനെ ആയത് അത്ര വെട്ടിയുള്ള അത്ര ഉണ്ടായിരുന്നോ? തണുക്കുന്നത് തേച്ചപ്പം തലയ്ക്ക് ജലദോഷം പിടിക്കുമോ എന്തോ കറുത്താതെ വ്യത്യാസം പറഞ്ഞാടാ. അങ്ങനെയല്ല, ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് പോന്നണം, കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോഴേ അറിയുള്ളൂ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് നിങ്ങളൊരു അരമണിക്കൂറോ 20 മിനിറ്റോ ചെന്നിട്ട് പോയി കുളിക്കണം. അപ്പം നല്ല കറായിരിക്കും. അതാണ് ഇപ്പോഴേ ചെന്നിട്ട് കഴിക്കണം എന്നുള്ളത്. കുറച്ച് മേടിച്ച വെറുതെ ഇതിപ്പോ ഇതുകൊണ്ട് തികയുമോ മൊത്തം? കറക്കണമെന്ന് എനിക്ക് തോന്നുന്നു. തേച്ചെടുത്ത് കളർ വ്യത്യാസം വന്നാ നോക്കപ്പോഴാണ് മുടിയിൽ. ഇപ്പൊ തികയുമല്ലോ, കോതി ഇറക്കും. അയ്യോ എന്റെ വെള്ളപ്പാറ്റ എന്റെ നെറ്റിയിലൊന്നും പറ്റില്ല. എന്റെ കൈവശം കളർ മാറാം. കൈ കറുത്ത് ഞാനും കണ്ടു. കൈയൊക്കെ കറുത്തു, തേച്ചിങ്ങനെ പിടിപ്പിക്കണം. അത് നിങ്ങൾ കുളിച്ചിറങ്ങാൻ നല്ല ഈറായിരിക്കും. ഇതെല്ലാം കളർ മാറി. ഇവിടെ ഇങ്ങനെ ഞാൻ ചരിച്ചു പോകൂലേ, അപ്പോഴെ ശരിക്കും അറിയും.
ഇതിപ്പോൾ ഒരു റൗണ്ട് എന്തായി കിടന്നാലും കുഴപ്പം. അതാ പറഞ്ഞ കറുത്ത് ഫുള്ള് കറുത്ത് കേട്ടാ. ആ ഉള്ളവരൊക്കെ ഇതുപോലെ വലിയ ചീപ്പൊക്കെ ഇട്ട് പിടിക്കും. ഞാൻ പിന്നെ ചരിച്ചല്ലേ പോകും. ഫ്രണ്ടൊക്കെ നല്ല കറുത്ത്. അങ്ങോട്ട് പോയാ കസാര മാലയിലുടക്കി. തോന എന്താ പറയുക ഫുള്ള് മുടി ഫുള്ള് വെള്ളീച്ച പോലെ ഇരിക്കണതാണെങ്കിൽ ഇതേപോലത്തെ ഒരു ചീപ്പ് എടുക്കുക. എന്നിട്ട് ഡൈ നമ്മൾ എന്താ പറയുക നമ്മളല്ലാതെ നമ്മൾ കൈ കൊണ്ട് തേച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ സമയം പോകും. ഇതേപോലെ അങ്ങോട്ട് മുടിയൊക്കെ ഒരുപാട് കൊഴിച്ചിട്ടുണ്ട്, അതാണ് അങ്ങനെ ഇരിക്കണത്. ഒന്നും കണ്ടാലും പേടിക്കരുത്. ഇതേപോലെ അങ്ങോട്ട് തേക്കുക, രണ്ട് സൈഡും അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. എന്നിട്ട് ഏത് സൈഡാണ് ഇനി പിടിക്കേണ്ടത് അളവോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ചൊക്കെ വിടുക. അപ്പോൾ എല്ലാ സൈഡും കംപ്ലീറ്റും ആകും. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇതുണ്ടോ അവിടെ ഫുള്ള് കംപ്ലീറ്റ് എത്തും. ഇപ്പം തന്നെ കാണാം, ഞാൻ ആദ്യത്തെ വീഡിയോയും ഇപ്പോഴേ ഉള്ള അവസ്ഥയും കാണുമ്പോൾ മനസ്സിലാവും കംപ്ലീറ്റ് ഏകദേശം പോയിട്ടുണ്ട് ഇപ്പം തന്നെ. അങ്ങനെ നമ്മുടെ തലയിലെ വർക്ക് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായി ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട് പോയി കുളിച്ച് കഴിയുമ്പോൾ നല്ല സാധാ നമ്മളെ എന്താ പറയുക 10-20 വയസ്സായവരുടെ മുടി കിടക്കും പോലെ നല്ല അടിപൊളിയായിട്ട് കിടക്കും. അപ്പോൾ അപ്പോഴുള്ള വീഡിയോ അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ.